വിലക്കയറ്റം സത്യമോ മിഥ്യയോ? സംസ്ഥാനത്ത് കൊടിയ വിലക്കയറ്റമെന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. വില കൂടിയ കുറേ ഇനങ്ങളുടെ പട്ടിക അവതരിപ്പിക്കുന്നു. സംസ്ഥാനത്ത് വിലക്കയറ്റം ഇല്ല എന്ന് ഭക്ഷ്യമന്ത്രി വാദിക്കുന്നു. വില കുറഞ്ഞ ഇനങ്ങളുടെ പട്ടിക അവതരിപ്പിക്കുന്നു. പ്രതിപക്ഷം പറയുന്ന ഇനങ്ങളും ഭരണപക്ഷം പറയുന്ന ഇനങ്ങളും കൂട്ടിമുട്ടുന്നില്ല. ശരിക്കും വിലക്കയറ്റമുണ്ടോ? ഏതൊക്കെ ഇനങ്ങൾക്കാണ് വില കൂടുന്നത്? അവശ്യ സാധനങ്ങൾക്ക് വലിയ തോതിൽ വില വർദ്ധിച്ചോ? കേരളത്തിൽ മാത്രമായി വിലക്കയറ്റം സംഭവിക്കുന്നുണ്ടോ? ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് വില നിലവാരത്തിലേക്ക് വിശദമായി ഇറങ്ങുകയാണ്. ആദ്യം ദേശീയ തലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന വിവരം, പിന്നെ കേരളത്തിലെ ഓരോ ഇനത്തിന്റെയും വിലയിലെ മാറ്റം. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ സത്യം. അരി എന്ന ഒറ്റ ഇനത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. അരിയുടെ ഇപ്പോഴത്തെ ദേശീയ ശരാശരി വില 43 രൂപ 12 പൈസ. മുൻ വർഷത്തെ വില 43 രൂപ 46 പൈസ. 34 പൈസയുടെ കുറവുണ്ടായി. കേരളത്തിൽ അരിവില ഇപ്പോൾ 49 രൂപ 21 പൈസ. ഒരു വർഷം മുമ്പ് ഇതേ ദിവസം 49 രൂപ 23 പൈസ. കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ 6 രൂപ കൂടുതലാണ്. ഒരു വർഷത്തിനിടെ വിലയിൽ 2 പൈസയുടെ മാത്രം കുറവേ സംഭവിച്ചിട്ടുള്ളൂ. കർണാടകയിലെ വിലയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ഒരു വർഷം മുമ്പ് കേരളത്തെക്കാൾ വിലയായിരുന്നു അരിക്ക്. 54 രൂപ 63 പൈസയായിരുന്നു. അതിപ്പോൾ 47 രൂപ 74 പൈസയായി കുറഞ്ഞു. 6 രൂപ 90 പൈസയാണ് കർണാടകയിൽ വിലയിലുണ്ടായ കുറവ്. ആന്ധ്രയിലേക്ക് വന്നാലും ഈ അന്തരം കാണാം. 53 രൂപയിൽ നിന്ന് 47 രൂപ 23 പൈസയിലേക്ക് വില വീണു. കിലോയ്ക്ക് 5 രൂപ 77 പൈസയുടെ കുറവ്. കർണാടകയിലും ആന്ധ്രയിലും വലിയ അന്തരമാണ് ഉണ്ടായത്. എന്നാൽ തമിഴ്നാട്ടിലേക്ക് നോക്കൂ. അവിടെ 57 രൂപ 55 പൈസയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വില. കേരളത്തെക്കാൾ 8 രൂപയിലധികം വർധന. അവിടെ 2 രൂപയിലേറെ കുറഞ്ഞ് 55 രൂപ 42 പൈസയായി. അപ്പോഴും കേരളത്തെക്കാൾ 6 രൂപയിലധികമാണ് തമിഴ്നാട്ടിലെ അരിവില. തെലങ്കാനയിലും കേരളത്തെക്കാൾ 5 രൂപയിലധികം വില കൂടുതലുണ്ട്. ഒരു വർഷത്തിനിടയ്ക്ക് വില മാറാതെ നിൽക്കുകയാണ്. ഇതിൽ ആന്ധ്ര അരി ഉൽപാദന സംസ്ഥാനമാണ്. അവിടെ ഉയർന്ന വില ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് താഴ്ന്നു. കർണാടകയിലും സ്ഥിതി അതുതന്നെ. കേരളത്തിൽ ഒരു വർഷത്തിനിടെ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ അയൽ സംസ്ഥാനങ്ങളിൽ വില കുറയുന്ന തോതിൽ ഇവിടെ കുറഞ്ഞിട്ടില്ല. ഇതാണ് ഇക്കാര്യത്തിലെ വസ്തുത. ഇനിയുള്ള ഇനങ്ങൾക്ക് കേരളത്തിലെ വിലയെടുക്കാം. ചെറുപയറിന് ഒരു വർഷം മുമ്പ് 129 രൂപ 85 പൈസ. ഒരു മാസം മുമ്പ് 130 രൂപ 14 പൈസ. ഇപ്പോൾ 133 രൂപ 50 പൈസ. ഒരു മാസം കൊണ്ട് കേരളത്തിൽ 3 രൂപയിലേറെ കൂടി. ഉഴുന്ന വില ഒരു മാസത്തിനിടെ 50 പൈസ കൂടിയെങ്കിലും കഴിഞ്ഞ വർഷത്തെ വിലയുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ കുറവുണ്ടായി. കഴിഞ്ഞ വർഷം 149 രൂപ, ഇപ്പോൾ 128 രൂപ 60 പൈസ. ഇതെല്ലാം സംസ്ഥാന ശരാശരി വിലയാണ്. വിവിധ ജില്ലകളിൽ വിവിധ വിലയാണ്. തുവരപ്പരിപ്പിനും വലിയ കുറവുണ്ടായി. കഴിഞ്ഞ വർഷം 180 രൂപ 38 പൈസയായിരുന്നത് ഇത്തവണ 127 രൂപ 57 പൈസയായി കുറഞ്ഞു. തുവരപ്പരിപ്പൊന്നും കേരളത്തിൽ ഉൽപാദനമില്ലാത്തതിനാൽ ദേശീയ തലത്തിലുണ്ടായ കുറവാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത്. പാലിന്റെ വില ഒരു വർഷമായി സംസ്ഥാനത്ത് വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. സംസ്ഥാന ശരാശരി 53 രൂപ 8 പൈസയിൽ നിന്ന് 53 രൂപ 60 പൈസയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. നാടൻ മുട്ടയുടെ വിലയിൽ ഒരു വർഷം കൊണ്ട് 5 രൂപയുടെ വർധനയുണ്ട്. ഡസന് 100 രൂപ 46 പൈസ ആയിരുന്നത് 105 രൂപ 29 പൈസയായി. വെളിച്ചെണ്ണയ്ക്ക് സംഭവിച്ചത് പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. ഒരു വർഷം മുമ്പ് കിലോയ്ക്ക് 194 രൂപ 15 പൈസയായിരുന്നത് 443 രൂപ 29 പൈസയാണിപ്പോൾ. പക്ഷേ കഴിഞ്ഞ മാസം ഇതേ ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ 8 രൂപയുടെ അടുത്ത് വില കുറഞ്ഞിട്ടുണ്ട്. തേങ്ങയുടെ വിലയിലും നനച്ചിരിക്കാതെയുണ്ടായത് വലിയ വർധനയാണ്. 43 രൂപ 23 പൈസയിൽ നിന്ന് കിലോയ്ക്ക് 78 രൂപ 14 പൈസയിലേക്കാണ് കുതിപ്പ്. കിലോയ്ക്ക് 35 രൂപയാണ് കൂടിയിരിക്കുന്നത്. മല്ലിയുടെ കാര്യത്തിൽ ഒരു വർഷം കൊണ്ട് 2 രൂപ കൂടി. ചെറിയ ഉള്ളിക്ക് ഇപ്പോൾ 12 രൂപയുടെ കുറവുള്ള സമയമാണ്. സവാളയ്ക്കാണെങ്കിൽ 35 രൂപയുടെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 61 രൂപ 38 പൈസയായിരുന്നത് ഇപ്പോൾ 26 രൂപ 14 പൈസയായി. പച്ചക്കറിയിലെ 5 ഇനങ്ങൾ പരിശോധനയ്ക്ക് എടുക്കുകയാണ്. വെണ്ടയ്ക്ക വില കഴിഞ്ഞ വർഷം ഇതേ സമയം 37 രൂപ 62 പൈസയായിരുന്നെങ്കിൽ ഇപ്പോൾ 41 രൂപ 7 പൈസയാണ് ശരാശരി വില.
എന്നാൽ കഴിഞ്ഞ മാസത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 7 രൂപയിലധികം കുറഞ്ഞു. ബീൻസിന് കഴിഞ്ഞ വർഷം 70 രൂപ 38 പൈസയായിരുന്നത് ഈ വർഷം 53 രൂപ 50 പൈസയായി. കഴിഞ്ഞ മാസത്തേക്കാൾ 8 രൂപയുടെ അടുത്ത് കുറഞ്ഞിട്ടുമുണ്ട്. വള്ളിപ്പയർ വിലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 3 രൂപയുടെ കുറവും കഴിഞ്ഞ മാസത്തേക്കാൾ 15 രൂപയുടെ കുറവുമുണ്ട്. പാവയ്ക്കയ്ക്ക് വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാലും കഴിഞ്ഞ മാസത്തെ വിലയേക്കാൾ 4 രൂപയുടെ ആശ്വാസകരമായ കുറവുണ്ട്. തക്കാളിയുടെ വിലയിൽ വലിയ കുറവുണ്ട്. കഴിഞ്ഞ മാസം 45 രൂപയായിരുന്നത് ഇത്തവണ 30 രൂപയായി കുറയുകയായിരുന്നു. ഒരു വർഷം മുമ്പുള്ള വില നോക്കിയാലും 3 രൂപയുടെ കുറവുണ്ട്. എന്താണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? അരിയുടെ വിലയിൽ വലിയ കുറവ് കേരളത്തിൽ ഉണ്ടാകുന്നില്ല. എന്നാൽ ഉൽപാദന സംസ്ഥാനങ്ങളിൽ ഉൽപാദനത്തിനനുസരിച്ച് വില താഴുകയും കൂടുകയും ചെയ്യുമ്പോഴും കേരളത്തിന് ആ ആനുകൂല്യം കിട്ടുന്നില്ല. അതിന് കാരണം ഇവിടെ ഉൽപാദനം കൂടാത്തതാണ്. മറ്റു പലചരക്ക് ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിന് ദേശീയ വില തന്നെ ബാധകമാകുന്നുണ്ട്. പച്ചക്കറിയുടെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ ഉൽപാദനം കൂടിയതിനാൽ നമുക്ക് ആശ്വസിക്കാവുന്ന സമയമാണ്. വിലയിൽ മുൻ വർഷത്തേക്കാൾ നല്ല കുറവുണ്ട്. ഈ വസ്തുതകൾ പറയാം എന്നല്ലാതെ വലിയ വിലക്കയറ്റം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ വലിയ തോതിൽ വില കുറഞ്ഞു എന്നും പറയാനാകില്ല. ആരൊക്കെയോ ആനയെ കണ്ടതുപോലുള്ള വിവരണങ്ങളാണ് സഭയിൽ നടക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.